guys and welcome back. ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് ഒരു ചെറിയ ഫുട്ബോൾ മാച്ചാ. അതായത് ടീം നെയ്മർ വേഴ്സസ് ടീം മെസ്സി. ഗൈസ് ഇവൻ പറഞ്ഞ ശരിയാണ്. ടീം മെസ്സി വേഴ്സസ് ടീം നെയ്മർ ആണ്. അപ്പോൾ ഞാൻ ഒറ്റയ്ക്കാണ് ടീം മെസ്സി ആയിട്ട് കളിക്കുന്നത്. ഇവർ മൂന്നുപേരും ടീം നെയ്മർ ആയിട്ട് കളിക്കും അല്ലേ? അപ്പോൾ ഇവർ ജയിക്കും. ടീം നെയ്മർ ജയിക്കും, ടീം മെസ്സി ജയിക്കും. നമുക്ക് നോക്കാം. യെസ് ഗോ ഗോ ഗോ. ഗൈസ് അപ്പോൾ ടീം മെസ്സി വേഴ്സസ് ടീം നെയ്മർ. Come on, let's go. അങ്ങനെ ടീം മെസ്സിക്ക് വേണ്ടി എംഎൽ ബോൾ സ്റ്റാർട്ട് ചെയ്തു. മാച്ച് സ്റ്റാർട്ട് ചെയ്തു. കെവിനെ ഡ്രിബിൾ ചെയ്ത് ടോമിന് മുമ്പിൽ ചെന്നു. അപ്പോൾ കെവിൻ പുറകിലാണ് ഷോട്ട്. ഓ മൈ ഗോഡ്, ഇത് മെസ്സി ഗോൾ. 1-0 മെസ്സിയാണ് ലീഡ് എടുത്തിരിക്കുന്നത് നെയ്മറിനെതിരെ. അങ്ങനെ കെവിന് നെയ്മറിന് പാസ് ഇടുന്നു. അങ്ങനെ ടോം ആ ബോൾ കൊണ്ടേ കളഞ്ഞു. മെസ്സി കെവിനെ ഡ്രിബിൾ ചെയ്യുന്നു. അങ്ങനെ എംഎൽ ടോമിന് തൊട്ട് മുമ്പിലാണ്. അവനെ മാറ്റി നിർത്തി. അവൻ ഫൗൾ ചെയ്തു. പക്ഷേ സത്യം പറഞ്ഞാൽ മെസ്സി അവനെയാണ് ഫൗൾ ചെയ്തത്. അവൻ്റെ കാലിൽ കയറി ചവിട്ടാണ്ട് അവർക്ക് ഫ്രീ കിക്സ് ആണത്. ഗോൾ, മൈ ഗോഡ്, അവർ ഗോൾ അടിച്ചിരിക്കുന്നു നെയ്മറിന്റെ ടീം. അങ്ങനെ മെസ്സിയുടെ ടീമിനാണ് എംഎൽ ബോളും കൊണ്ട് ഓടുകയാണ്. കെവിൻ മാത്രമാണ് മുമ്പിൽ. അവനെ ട്രിപ്പിൾ ചെയ്ത് എളുപ്പത്തിൽ മാറ്റുന്നു. ടോമിനെ കൂടി മാറ്റിയാലും മതി. ടോമിനെ കൂടെ മാറ്റാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഷോട്ട് ടോം ഡിഫെൻഡ് ചെയ്തു. വീണ്ടും ഷോട്ട്. അത് ടോം വീണ്ടും ഡിഫെൻഡ് ചെയ്തു. അങ്ങനെ ത്രോയിനാണ്. എംഎൽ ത്രോയിൻ എടുത്ത ഡ്രിബിൾ. നൈസ് ആൻഡ് ഷോട്ട്. മൈ ഗോഡ്, ഗോൾ കീപ്പർ. ഇതാണ് അടിപൊളി സേവ്. എൻ്റെ മോനെ തീ തന്നെ നല്ല സേവായിരുന്നു കേട്ടോ. അങ്ങനെ വീണ്ടും ഒരു ത്രോയാണ്. എംഎൽ ആ ത്രോയിൻ എടുക്കുന്നു. കെവിനെ എളുപ്പത്തിൽ സ്കില്ലിട്ട് മാറ്റുന്നു. വീണ്ടും അവിടെ ഒരു ഷോട്ട് അടിക്കാനുള്ള ചാൻസ് ഉണ്ടായിരുന്നു. പക്ഷേ ഡ്രിബിൾ ചെയ്ത് അകത്തോട്ട് പോകാനാണ് എംഎൽ തീരുമാനിച്ചതെന്ന് തോന്നുന്നു. വീണ്ടും ഷോട്ട്. ഗോ. മൈ ഗോഡ്, ഇതാണ് ഗോൾ. കെവിൻ ടോമിന് പാസ് ഇട്ടു. അത് മരത്തിൽ തട്ടി. പക്ഷേ ടോമിന് തിരിച്ചിടുന്നതിന് ഞാൻ ഓടി വന്ന് കെവിൻ ആ ബോൾ കിട്ടി. കെവിൻ ആ ബോൾ ടോമിന് ത്രൂ ഇട്ടാൽ എല്ലാം കഴിഞ്ഞു. അടിപൊളി. ടോമിന് കെവിൻ പാസ് ഇട്ടു. ടോം ആ ബോൾ എടുത്ത് തിരിച്ച് പാസ് ഇടാൻ ടോമിന് വേണമെങ്കിൽ ടോം തിരിച്ച് പാസ് ഇടുമോ? ഇല്ല, ടോം നേരെ എൻ്റെ കാലിലേക്ക് തന്നു. അങ്ങനെ എംഎൽ ബോൾ വീണ്ടും ഓടുകയാണ്. കെവിനെ മാറ്റി നിർത്തി. തൊട്ട് മുമ്പിലുള്ള ടോം എന്നെ വൻമരത്തിനെയും കൂടെ മാറ്റി നിർത്തുമ്പോൾ നമുക്ക് നോക്കാം. വൻമരത്തെ മാറ്റി നിർത്തി ഷോട്ട് അടിച്ചു. പക്ഷേ ടോം അത് ഡിഫെൻഡ് ചെയ്തു. എന്നിട്ട് ശരിച്ചിട്ട് എന്ത് കാര്യം? അങ്ങനെ ത്രോയിൻ എടുക്കുന്നു. കെവിനെ മാറ്റുന്നതിന് മുമ്പ് കെവിൻ എംഎൽ ഡിഫെൻഡ് ചെയ്തു. നൈസ്. അത് ആദ്യമായിട്ടാണ് ആ സംഭവം. അങ്ങനെ കെവിനെ വീണ്ടും സ്കില്ലിട്ട് മാറ്റുന്നു. കെവിൻ അവിടെ നിന്നുപോയി. അങ്ങനെ ടോമിനെ മാറ്റാൻ ശ്രമിച്ചു. പക്ഷേ ടോമിൻ്റെ ഒരു അടിപൊളി ഡിഫെൻഡിങ്ങാണ് നമ്മളിവിടെ കണ്ടത്. അവിടെ ഗോളാവാൻ ചാൻസ് ഒക്കെ ഉണ്ട്. പക്ഷേ ഗോൾ കീപ്പർ അവിടെ ചെന്നാൽ ഞാൻ ഗോളിയാണ്, കൈകൊണ്ട് ഗോൾ എടുത്തു. അങ്ങനെ ടോമിനെ മാറ്റി നിർത്തുന്നു. നൈസ് ഓടുന്നു. ഷോട്ട് വരുന്നു. കീപ്പർ. അങ്ങനെ ത്രോയിനാണ്. ത്രോ എടുക്കുന്നു. കെവിനെ വീണ്ടും മാറ്റി. ടോമിനെ മാറ്റാൻ പറ്റിയില്ല. വീണ്ടും അതേപോലെ തന്നെ എപ്പോഴും സംഭവിക്കുന്നതാണ്. അങ്ങനെ ടോമിൻ്റെ ഗോൾ. നെയ്മറിൻ്റെ ടീം വീണ്ടും ഗോൾ അടിച്ചിരിക്കുന്നു. അങ്ങനെ എംഎൽ ഫുട്ബോൾ കൊണ്ട് ഓടുകയാണ്. പക്ഷെ അത് ഫൗളാണ്. ഓക്കെ, ആ ഫ്രീ കിക്ക് എടുക്കുന്നു. ലിയോണൽ മെസ്സി, ലിറ്റിൽ ബോയ് ഫ്രം റൊസാരിയോ, അർജന്റീന. ഓ മൈ ഗോഡ്, വാട്ട് എ ഗോൾ! അതിഗംഭീരമായ ഗോൾ. ഗോൾ കീപ്പറിൻ്റെ ആ സേവ് ചെയ്യാൻ കാണിച്ച ട്രൈ അതെനിക്ക് ഇഷ്ടപ്പെട്ടു. എല്ലാവരും ഗോൾ കീപ്പറിന് അടിപൊളി എന്ന് കമൻറ്റ് ഇട്ടായിരുന്നു. ഈ കളി നല്ല ഗോൾ കീപ്പിംഗ് ആണ്. ഇപ്പോൾ തന്നെ 3-4 അടിപൊളി സേവ് ചെയ്തിരിക്കുന്നു. ടോമിനെ അവിടെ സ്റ്റെപ്പ് ഓവർ ഇട്ട് ഡ്രിബിൾ ചെയ്യാൻ ശ്രമിച്ചു. ഷോട്ട് വരുന്നു. പക്ഷേ അത് ഔട്ടാണ് പോയത്. അൺലക്കി. കെവിൻ ടോമിൻ്റെ ത്രൂ ബോൾ ഇടുന്നു. ടോം കളഞ്ഞു. നമ്മളാ മരം കഴിഞ്ഞാലേ അമ്മമാർക്ക് അടിക്കാൻ പറ്റൂ. എനിക്ക് മറ്റേ മരം കഴിഞ്ഞാലേ അടിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ എംഎൽ കെവിനെ മാറ്റി നിർത്തി. മരം കഴിഞ്ഞു. ഷോട്ട്. ഗോൾ കീപ്പറിൻ്റെ സേവ് ആണോ എനിക്കറിയില്ല. കെവിൻ്റെ ലോങ് ത്രൂ പാസ് അതും ടോമിന് കിട്ടിയില്ല. അങ്ങനെ എംഎൽ ആ ബോളും കൊണ്ട് ഓടുന്നു. എന്തെങ്കിലുമൊക്കെ ചെയ്യും മെസ്സി ടീം. നല്ല ഇതായിരുന്നു. പക്ഷേ അവൻ്റെ മുമ്പ് അവൻ കാല് വെച്ച് വീഴ്ത്താൻ ശ്രമിച്ചുകൊണ്ട് ഓടെ കയറാൻ പറ്റിയില്ല. സത്യം പറഞ്ഞാൽ ഫൗളാണ്. പിന്നെ നമ്മൾ ഫൗൾ വിളിക്കുന്നില്ല. എംഎൽ ഡ്രിബിൾ ചെയ്ത് മുന്നേറുന്നു. ഒരു റബോണ ഷോട്ട്. ഈ ഗോൾ കീപ്പർ ഏതോ ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വന്നാൽ എന്നെ അടിപൊളി സേവാണ്. വീണ്ടും ഷോട്ട്. ഗോൾ. എങ്കിലും ഗോൾ കീപ്പർ സേവ് ചെയ്യാൻ ട്രൈ ചെയ്തു എന്നുള്ളത് സത്യമാണ്. അതൊരു നല്ല ട്രൈ ആയിരുന്നു. ഈ കളി ഗോൾ കീപ്പർ എന്താണ് ഇത്രയും പവറായിട്ട് കളിക്കുന്നത്? നല്ല തീക്കളിയാണല്ലോ. കെവിൻ എംഎല്ലിനെ മാറ്റുവാൻ നോക്കാം. കെവിൻ എംഎല്ലിനെ മാറ്റി ടോമിന് പാസ് ഇട്ടു. പക്ഷേ മരത്തിനിട്ടാണ് കൊണ്ടുപോകുന്നത്. എംഎൽ തിരിച്ച് വിൻ ചെയ്യാൻ വരുന്നുണ്ട്. ടോം കെവിന് തിരിച്ച് പാസ് ഇടുന്നു. കെവിൻ ടോമിന് തിരിച്ച് പാസ് കൊടുക്കുമ്പോൾ പക്ഷേ കെവിന് അഭിജിത്തിന് പാസ് കൊടുത്തു. അത്രയും കയറി ഒന്ന് ഗോൾ കീപ്പറിന് പാസ് കൊടുത്ത താരത്തിനൊരു വലിയ ക്ലാപ്പ്. കെവിൻ ടോമിന് പാസ് ഇടുന്നു. ടോമിൻ്റെ വീണ്ടും ഒരു ഗോൾ. നെയ്മർ. അങ്ങനെ എംഎൽ കെവിനെ മാറ്റി. പക്ഷേ കെവിൻ റൊണാൾഡോയുടെ ജേഴ്സിയാണ് ഇട്ടിരിക്കുന്നത് എന്നുള്ള മറ്റൊരു സത്യമാണ്. അങ്ങനെ ടോമിനെ മാറ്റി. ഷോട്ട്. സിമ്പിൾ ഗോൾ. നൈസ്.
അങ്ങനെ കെവിൻ ആ ബോൾ ത്രൂ ബോൾ ഇടാനാണ് ശ്രമിച്ചത്, പക്ഷെ അത് അങ്ങനെ നടന്നില്ല. എന്നാലും അങ്ങനെ ബോളും കൊണ്ട് മുന്നേറുന്നു. കെവിനെ മാറ്റി, ടോമിനെ മാറ്റി, നൈസ് ഗോൾ അടിച്ചോ. ഓ ക്രോസ് ബാർ, ഓ മൈ ഗോഡ്. ത്രോയിൻ. എമ്മില്ല ത്രോ എടുക്കുന്നു. എന്താണ് അവിടെ സംഭവിക്കാൻ പോകുന്നത്? ഡ്രിബിൾ ചെയ്ത് മുന്നേറി. അയ്യേ അതെന്നാടാ, അതിൽ നന്നായിട്ട് LKG പഠിക്കുന്ന പിള്ളേരടിക്കുമല്ലോ. ഓക്കെ, കെവിൻ ഇട്ട ബോൾ മരത്തെ തട്ടി എംനലിന് കിട്ടിയിരിക്കുന്നു. എംനൽ ആ ബോളും കൊണ്ട് മുന്നേറുകയാണ്. ഓ നൈസ്. ഓ ഷോട്ട് വിടുന്നു, ഗോൾ. അങ്ങനെ സ്കോർ 6-3 എത്തിയിരിക്കുകയാണ്. മെസ്സിയുടെ ടീമാണ് മുമ്പിൽ നിൽക്കുന്നത്. അങ്ങനെ കെവിൻ്റെ ഒരു പാസ്, അത് ക്രോസ് ബാർ ടോമിനെട്ടി, ടോമ അടിച്ച് ഗോളായി. എംനൽ അവിടെയുള്ള ഫിത്തിലെല്ലാം തട്ടിയെങ്കിലും ബോളും കൊണ്ട് മുന്നേറുകയാണ്. കെവിൻ ഉടുപ്പെ പിടിച്ച് വലിച്ചു, അതുകൊണ്ട് ഫ്രീ കിക്ക് ആണ്. വീണ്ടും മെസ്സിയുടെ ഫ്രീ കിക്ക് ആവട്ടോ, അവൻ്റെ ഡിഫെൻഡിങ് ആണ്. കൊള്ളാം. എന്നാൽ ത്രോ എടുത്തിട്ട് ഗോൾ വലയിലേക്ക് ഒന്ന് എത്തിക്കാൻ പറ്റുമോ എന്നൊക്കെ ശ്രമിക്കുന്നുണ്ട്. ഇപ്പോൾ ഗോൾ വലയിൽ എത്തുമായിരിക്കുമെന്ന് നമുക്കും പ്രതീക്ഷിക്കാം. ടോമിനെ അവിടെ ഡ്രിബിൾ ചെയ്ത് ഷോട്ട് വരുന്നു. ഗോൾ കീപ്പർ അവിടെ സേവ് ചെയ്തു. ഗോൾ കീപ്പർ ഒരു നല്ല അടിപൊളി ഡിഫൻഡറാണ്. കെവിൻ വെറുതെ വീണ് കിടക്കുകയാണ്, അത് ഫൗളൊന്നും അല്ലായിരുന്നു. അവൻ എൻ്റെ കാലേ വന്ന് അടിച്ച് വീണതാണ്. എന്നിട്ട് അവനവിടെ കിടക്കുക, കുഴപ്പമില്ല. അങ്ങനെ കയറി പോകുന്നു, ഷോട്ട് അഭിജിത്ത്, വീണ്ടും ഗോൾ കീപ്പർ. അത് അവൻ്റെ ഒരു ഈസി സേവ് ആയിരുന്നു. എനിക്ക് ഒരു പവറും ഇല്ലാത്ത ഷോട്ടായിരുന്നു, സത്യം പറയാമല്ലോ. കെവിനെ മാറ്റി അവൻ ഉടുപ്പെ പിടിച്ച് വലിക്കുന്നു, പക്ഷേ നെവർ മൈൻഡ്. അങ്ങനെ ആ ബോൾ കൊണ്ട് മുന്നേറുകയാണ്. കെവിനെ വീണ്ടും മാറ്റി ഒരു ഷോട്ട് വരുന്നു, അതിനും പവറില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഗോൾ കീപ്പർ എളുപ്പത്തിൽ സേവ് ചെയ്തു. ബൈദവേ നല്ല സേവായിരുന്നു. അങ്ങനെ കെവിൻ ആ ബോൾ ടോമിലേക്ക് ത്രൂ വരുന്നു. ടോമിലേക്ക് ചെയ്യുമോ? ടോം പിന്നെയും കളഞ്ഞിടാ, നീ ഇങ്ങനെ കളിക്കുന്നേ. ഓക്കെ, ആ ബോൾ എടുത്ത് വരുന്നു. നട്മ മുമ്പിലേക്ക് കയറുന്നു, ഗോൾ അടിക്കൂ, ഗോൾ. അതൊരു നല്ല ഗോളായിരുന്നു. ഗോൾ കീപ്പർ സേവ് ചെയ്യാൻ ട്രൈ ചെയ്തു, പക്ഷെ അത് ഗോളായി. കെവിൻ ടോമിലേക്ക് ഇടാൻ ശ്രമിച്ചു, പക്ഷേ എന്നെ നട്മ കടിച്ച് എനിക്ക് എന്നെ ബോൾ കിട്ടി. അങ്ങനെ ഞാൻ ആ ബോൾ എടുത്ത് കറങ്ങി തിരിയുന്നു, പക്ഷെ അത് ഫൗളാണ് കേട്ടോ, ഫൗളാണ്. കെവിനെ ഉടുപ്പെ പിടിച്ച് വലിച്ചു. അങ്ങനെ ഫ്രീ കിക്ക് എടുക്കുകയാണ് മെസ്സി. സംശയമുണ്ട്, പക്ഷെ എന്നാലും ഞാൻ മെസ്സിക്ക് വേണ്ടി കളിക്കും. ഞാൻ റൊണാൾഡോ ഫാനും മെസ്സി ഫാനുമാണ്, അതുകൊണ്ട് കുഴപ്പമില്ല. ഓക്കെ, അങ്ങനെ ഈ കളിയിൽ നടന്ന രണ്ടാമത്തെ ഫ്രീ കിക്ക് ഗോളാണ് മെസ്സി. അങ്ങനെ എംനൽ ആ ബോൾ കെവിനെ ഡ്രിബിൾ ചെയ്ത് മുമ്പിലേക്ക് ഓടുകയാണ്. ടോമാണ് മുൻപിൽ നിൽക്കുന്നത്, അവരെ പുറകിലേക്ക് ഓടി ഡാൻസ് കളിക്കുന്നത്. എന്തിനാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെ ടോമിനെ എളുപ്പത്തിൽ മാറ്റാൻ ശ്രമിച്ചൊരു ഷോട്ട് വന്നു, പക്ഷേ ടോം തന്നെയാണ് ഡിഫെൻഡ് ചെയ്തത്. ഡാൻസ് കളിച്ചെങ്കിലും ഡിഫെൻഡ് ചെയ്തു. അങ്ങനെ എംനൽ ആ ത്രോ എടുത്ത് കെവിൻ ഒരു കാര്യമില്ലാതെ വീഴുന്നുണ്ട്, പക്ഷേ ഫൗളാന്നൊക്കെ പറഞ്ഞു. അതുകൊണ്ട് നമ്മൾ ആ ഫൗൾ കൊടുത്തു. അഭിജിത്ത് ഫ്രീ കിക്ക് കെവിന് പാസ് ഇട്ടു. കെവിൻ തിരിച്ച് ടോമിന് പാസ് ഇടുമോ? ടോമിന് പാസ് ഇട്ടിട്ടും കാര്യമില്ല, നമുക്ക് എല്ലാവർക്കും അറിയാം. ചുമ്മാ പറഞ്ഞാണ്, ടോമിന് പാസ് കിട്ടിയില്ല. അങ്ങനെ എംനൽ ആ ബോൾ കൊണ്ടുപോയപ്പോൾ മരം വടിയിലൊരു വടിയായി. അങ്ങനെ കെവിൻ വന്ന് എംനലിനെ ഡിഫെൻഡ് ചെയ്യുന്നത്. എംനൽ അങ്ങനെ കെവിനെ മുമ്പിൽ നിന്ന് ടോമിനെ നന്മ കടിക്കാൻ നോക്കി, പക്ഷേ ടോം അത് ഡിഫെൻഡ് ചെയ്തു. ടോം എന്നെ കടിക്കാൻ നോക്കി, പക്ഷേ ഞാനും അത് ഡിഫെൻഡ് ചെയ്തു. നൈസ്. കെവിൻ അവിടെ വീണു, ഞാനും അവിടെ വീണു. അങ്ങനെ എംനൽ വീണ്ടും ഒരു ഫ്രീ കിക്ക് ഇടുന്നു. ഗോൾ കീപ്പറിന്റെ ഒരു ആദ്യമേ സേവാണ് കണ്ടത്. അങ്ങനെ അഭിജിത്ത് ടോമിനെ പന്ത് കൊടുക്കുന്നു. ടോം അത് കൊണ്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്, നിൽക്കുകയാണ്. അങ്ങനെ ടോം കെവിന് പാസ് ഇട്ടു, പക്ഷേ കെവിനെ ഞാൻ ഡിഫെൻഡ് ചെയ്ത് എംനൽ മുമ്പിലേക്ക് കൊടുക്കുന്നു. അടുത്ത ഗോളോടെ പിറക്കാൻ പോകുന്നു. ഗോൾ കീപ്പറിന് അതിമനോഹരമായ സേവ്. ഇത് കിടിലം അതിമനോഹരം. ഇങ്ങനെ എംനൽ വീണ്ടും ഒരു ത്രോ എടുക്കുകയാണ്. കെവിൻ അവിടെ വായി നോക്കി നിൽക്കുന്നു, എന്തിനാണെന്ന് അറിഞ്ഞൂടാ. അങ്ങനെ ടോം അവിടെ ബോൾ നോക്കി നടക്കുകയാണ്. ഒരു കാര്യമില്ലാതെ ഗോൾ അടിച്ചു. അങ്ങനെ സ്കോർ 9-3 എത്തിയിരിക്കുകയാണ്. അങ്ങനെ കെവിൻ ആ ബോൾ അടിച്ച് മരത്തിന് കൊടുത്തു. മരം എനിക്ക് പാസ് ഇട്ടു. ഞാൻ കെവിനെ മാറ്റി പോയപ്പോൾ ടോം അത് അഭിജിത്തിന് പാസ് ഇട്ടു. അഭിജിത്ത് എനിക്ക് തിരിച്ച് പാസ് ഇട്ടു. അങ്ങനെ അഭിജിത്തിന്റെ അസിസ്റ്റ്, അതിമനോഹരമായ ഗോളാണ് അവിടെ പേർന്നത്. ഗോൾ കീപ്പറിന് ഇഞ്ചുറി ആയി, എന്നിട്ട് നല്ല കട്ടക്കാണ് കളിക്കുന്നത്. ഗോൾ കീപ്പറിന് വേണ്ടി ഒരു അടിപൊളിയെന്ന് കമന്റ് ഉണ്ടോ എല്ലാവരും? പാവല്ലേ. അഭിജിത്ത് ബോൾ കെവിന് കൊടുത്തു. കെവിന് ആ ബോൾ ത്രൂ ബോൾ ഇടുമോ? ടോമിന് ത്രൂ ബോൾ ഇടാൻ ശ്രമിച്ചു, പക്ഷേ എനിക്കാണ് കിട്ടിയത്. ഞാനങ്ങനെ
കെവിനെയും ടോമിനെയും മാറ്റി ടോം പുറകോട്ട് പിന്നെ ഓടിയിട്ടുണ്ട്, കെവിൻ മുമ്പിലേക്ക് ഓടിയിട്ടുണ്ട്. അങ്ങനെ ടോമാണ് എൻ്റെ മുമ്പിൽ നിൽക്കുന്നത്. ഞാൻ അവനെ ഡ്രിബിൾ ചെയ്ത് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അവനെ ഡിഫെൻഡ് ചെയ്ത എല്ലാം കുളവും. അങ്ങനെ ഓടിക്കുന്ന ഷോട്ട്, ഗോൾ കീപ്പറിൻ്റെ സേവ്. ടോമിൻ്റെ കല്ലാണ് ആദ്യം തട്ടിയത്. ഓക്കെ, അങ്ങനെ കെവിന് വേണേൽ ടോമിന് പാസ്സാം. ഞാൻ ഒറ്റയ്ക്കാണ് കളിക്കുന്നത്. അങ്ങനെ കെവിൻ ടോമിലേക്ക് പാസ് ഇടുന്നു. അങ്ങനെ മരത്തിൽ തട്ടി ടോമിന് തിരിച്ചു കിട്ടുന്നു. പക്ഷേ ടോമിന് അടിച്ച് ഗോളാക്കാൻ അവന് പറ്റിയില്ല. അങ്ങനെ ഒരു ഫ്രീ കിക്കാണ്. കെവിനെ ഫ്രീ കിക്ക് ഡയറക്റ്റ് അടിക്കുന്നു. ഗോൾ കീപ്പറിൻ്റെ സേവ്. എന്നെ സേവ്. അതിമനോഹരമൊന്നും അല്ല, ഒരു പൊട്ട സേവാണ്. അങ്ങനെ കെവിനിലേക്ക് പൊരികെത്തി ഗോൾ ഇടുന്നു. കെവിൻ അഭിയത്തിന് തിരിച്ചിട്ട്, പക്ഷേ അഭിയത്ത് ഗോൾ കീപ്പിലേക്ക് ഓടി പോകുന്നുണ്ട്. ഒരു കാര്യമില്ല. അങ്ങനെ എംഎൽ കെവിനെ ട്രിപ്പിൾ ചെയ്യുന്നു. ടോമാണ് മുമ്പിൽ നിൽക്കുന്നത്. വീണ്ടും ടോം പുറകിലേക്ക് നടക്കുന്നു. അങ്ങനെ ടോമിനെ മാറ്റി നിർത്തി ഷോട്ട്. ഗോൾ കീപ്പറിൻ്റെ വീണ്ടും ഒരു സേവ്. ഈ ഗോൾ കീപ്പർ വേറെ യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞതെന്ന് എനിക്ക് അറിഞ്ഞൂടാ, പക്ഷേ അടിപൊളി ഗോൾ കീപ്പിംഗ്. അങ്ങനെ എംഎൽ വീണ്ടും ബോൾ കൊണ്ടുവന്നു. കെവിനെ മാറ്റി. ഇത് ഉറപ്പായിട്ടൊരു ഗോളാണ്. ഗോൾ! എംഎൽ എന്ന് പറഞ്ഞാൽ ഫയർ അല്ലടാ, ടെററാണ്, ടെറർ എന്നൊക്കെ ഞാൻ എന്നെക്കുറിച്ച് തന്നെ പറയുന്നതാണ് കേട്ടോ. അങ്ങനെ ഞാനൊരു ഹാൻഡ് ബോൾ കൊടുത്തു. ഫ്രീ കിക്കാണ്. കെവിനെ ബോൾ അടിക്കുന്നു. അത് ഔട്ടിലേക്കാണ് പോയത്. ടാർഗറ്റ് വിടാമായിരുന്നു. ഇനി എംഎൽ കെവിനെ മാറ്റുന്നു. തൊട്ട് മുമ്പിലുള്ളത് ടോമാണ്. ടോം അടുത്തു എന്ന് തോന്നുന്നു. കുഴപ്പമില്ല, അവൻ ഇത്രയും ഡിഫെൻഡ് ചെയ്തതാണ്. അങ്ങനെ ടോമിനെ മാറ്റിയെടുത്ത് അതൊരു ഗംഭീരമായ സേവ് തന്നെ. അങ്ങനെ വീണ്ടും ഒരു ത്രോ എടുത്തിട്ട് അവിടുന്ന് വേണം ഷോട്ട് അടിക്കാമായിരുന്നു, പക്ഷേ സമയം കളഞ്ഞ് മുന്നോട്ട് പോവുകയാണ്. എന്തൊക്കെയോ പാട്ടൊക്കെ പാടുന്നുണ്ട്. ആ പാട്ട് പാടിയ ആൾ കേട്ടാൽ എന്നെ അടിക്കും. ഫൗൾ. ഫ്രീ കിക്ക്. അവൻ ഉടുപ്പെ പിടിച്ച് വലിച്ചു. ഫ്രീ കിക്ക്. അതിന് പെനാൽറ്റി എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, എനിക്ക് പേടിയാന്ന് പറഞ്ഞിട്ട് ഞാൻ പെനാൽറ്റി അടിച്ചു. അതിൻ്റെ അടിച്ചൊരു ഗോളായിരിക്കുകയാണ്. ഗോൾ കീപ്പറെ സോറി. ടോം അത്ഭുതപ്പെട്ടു, കെവിൻ അത്ഭുതപ്പെട്ടു, ഞാൻ അത്ഭുതപ്പെട്ടു. ഗോൾ കീപ്പർ ചമ്മി ചുമ്മാ പറഞ്ഞ. അങ്ങനെ ടോം എംഎല്ലിനെ ഡ്രിബിളെ ശ്രമിച്ചു, പക്ഷെ അവനെ പറ്റിയില്ല. അങ്ങനെ ഞാൻ ഓക്കെ, നൈസ്, ദാറ്റ്സ് നൈസ്. ഓക്കെ, എനിക്ക് ചിരി അടക്കി പിടിക്കാൻ പറ്റിയില്ല. കെവിൻ എൻ്റെ മുമ്പിൽ കൂടി ഇങ്ങനെ നടക്കുകയാണ്. അങ്ങനെ കെവിൻ ആ ബാക്ക് പാസ് ഇട്ടു ഗോൾ കീപ്പറിന്. ഗോൾ കീപ്പർ കെവിന് പാസ് ഇട്ടു. കെവിൻ ആ ബോൾ ടോമിലേക്ക് ത്രൂ. അങ്ങനെ എംഎൽ കെവിനെ അവിടെ ഡ്രിബിൾ ചെയ്ത് മുന്നേറുകയാണ്. പക്ഷെ അവിടെ ഒരു സ്റ്റോപ്പ് അടിച്ചു. അതെന്തിനാണെന്ന് അറിഞ്ഞുകൂടാതെ. അതേപോലെ ഇപ്പോൾ തിരിച്ചു പോവുകയാണ്. തിരിച്ച് വന്ന സ്ഥലത്തേക്ക് തിരിച്ചു പോയി. ഇപ്പോൾ പോയ സ്ഥലത്തേക്ക് തിരിച്ച് പോകുമായിരിക്കും. അതേപോലെ തന്നെ വന്ന് മരത്തിൽ ചെന്ന് ഇടിച്ച് കയറി. വെരി ഗുഡ്. പക്ഷെ മരത്തിന് പോലും അവനെ തടയാൻ പറ്റിയില്ല. കണ്ടോ, മുന്നേറി. പക്ഷെ ടോം അവനെ തടയും എന്നാണ് എൻ്റെ പ്രതീക്ഷ. യെസ്, ടോം അവനെ തടഞ്ഞു. അത് ഗോൾ കീപ്പറിന് മൈനസ് പാസ് ഇട്ടു. ഗോൾ കീപ്പർ അത് കെവിന് പാസ് ഇട്ടു. കെവിനത് തിരിച്ചിപ്പോൾ ടോമിന് കൊടുക്കും ആയിരിക്കും, എപ്പോഴേലും കൊടുക്കും. കൊടുത്തില്ല. യെസ്, ഗോൾ കീപ്പറിന് തിരിച്ചു കൊടുത്തു. അങ്ങനെ കെവിനാണ് ബോൾ കൊണ്ട് നടക്കുന്നത്. കെവിൻ വി എസ് എംഎൽ. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് ടോമും കയറി വന്നു. ടോം ആ ബോൾ കെവിന് ബാക്ക് ഹീൽ കൊടുക്കുന്നു. അതൊരു നല്ല പാസ്സായിരുന്നു. കെവിൻ അതൊരു നല്ല പാസ് തിരിച്ചു കൊടുക്കും. അതേപോലെ കെവിൻ അതേപോലെ ഗോൾ കീപ്പറിന് തിരിച്ചു നല്ല പാസ് കൊടുത്തു. കെവിൻ്റെ ഒരു ത്രൂ ബോൾ ടോമിന് കിട്ടിയിരിക്കുന്നു. ടോം അവിടെ നടന്നു ഒരു ഗോൾ അടിച്ചു. ഇല്ല, അത് കെവിന് പാസ്. കെവിൻ അത് ഗോൾ അടിച്ചു. ഓക്കെ, എന്തൊക്കെയോ പറഞ്ഞിട്ട് എംഎൽ ഓടുകയാണ്. ഇത് ഗോളായില്ലെങ്കിൽ ഞാൻ അവനെ കൊല്ലും എന്നൊന്നും ഞാൻ പറയില്ല. പക്ഷെ ഗോളായി മക്കളെ, അവനൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ സ്കോർ 14-4 പോയിരിക്കുകയാണ്. എതിർ ടീമിൻ്റെ നാണംകെട്ട തോൽവിയാണോ ഇതെന്ന് എനിക്ക് ഡൗട്ടില്ലായില്ല. അങ്ങനെ എംഎൽ ടോമിനെ ഇന്ന് ഡാൻസ് കളിപ്പിച്ച് വീണ്ടും ഒരു ഷോട്ട്. വീണ്ടും എന്താ ഒരു ഗോൾ. സ്കോർ ഇപ്പോൾ 15-4 പോയിരിക്കുകയാണ്. എതിർ ടീമിന് നാണക്കേട്. ഇനി എംഎൽ വി എസ് ടോമാണ് അവിടെ നടക്കുന്നത്. ടോമിന് എംഎൽ ഡിഫെൻഡ് ചെയ്യാൻ പറ്റിയില്ല. എംഎൽ ടോമിനെ ഡിഫെൻഡ് ചെയ്യാൻ പറ്റി. അങ്ങനെ അവൻ പോവുകയാണ്, പക്ഷെ അവൻ പോയില്ല. ബോൾ അവിടെ നിന്നുപോയി. അങ്ങനെ കെവിനെ മാറ്റിട്ട് ദേ ഓടുന്നു. ഇതും കൂടെ ഗോളായി കളി സീൽഡ്. പക്ഷേ അവിടെ എന്താ സംഭവിച്ചു? അങ്ങനെ എംഎൽ ടോമിൻ്റെ മുമ്പിൽ നിന്ന് ഡാൻസ് കളിച്ച് മാറുകയാണ്. ഓക്കെ, വീണ്ടും നടന്ന് കയറിപ്പോയി. അത് ടോം ഡിഫെൻഡ് ചെയ്ത് ത്രോ ആണ്. എംഎൽ ആ ത്രോ എടുക്കുന്നു. കെവിനാണ് തൊട്ട് പുറകെ നിൽക്കുന്നത്. കെവിനെ മാറ്റി ടോമിനെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ടോമി ഇപ്പം അത് ഡിഫെൻഡ് ചെയ്തു. പക്ഷേ ടോമിനെയും കെവിനെയും മാറ്റി മുന്നേറി ഒരു ഷോട്ട്. നൈസ് 16-4 എന്നാണ് സ്കോർ ഇപ്പോൾ നിൽക്കുന്നത്. ഇനി എന്തും സംഭവിക്കുക, എപ്പോഴും സംഭവിക്കുക എന്നൊക്കെ നമ്മൾ സാധാരണ പറയാറുള്ളതാണ്. പക്ഷേ ഈ കളി അങ്ങനെ സംഭവിക്കാൻ സാധ്യതയില്ല. അങ്ങനെ എംഎൽ കെവിനെ വീണ്ടും മാറ്റി. കെവിനോട് വീണ് പോയി. ടോം അവനെ എംഎല്ലിനെ പിടിച്ചു വെച്ചു. പക്ഷേ എന്നിട്ട് മുന്നേറി. എടുത്ത് ഗോൾ കീപ്പർ നൈസ്. ഗോൾ കീപ്പർ ടോമിനെ നെഡ്ബ കടിച്ച് സേവ് ചെയ്യുന്നു. വെരി ഗുഡ്. അങ്ങനെ എല്ലാവരും അത്ഭുതപ്പെട്ടു. എംഎല്ലിന് മറ്റൊരു ത്രോയിനാണ്. ഷോട്ട് വരുന്നു. ഗോൾ കീപ്പറുടെ സേവ്. അങ്ങനെ കെവിൻ ടോമിന് പാസ് ഇട്ടു. പക്ഷേ അത് ടോമിന് കിട്ടുമോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. അത് എംഎൽ ഓൺ ഗോൾ അടിച്ച് കയറ്റി. വെരി ഗുഡ്. 16-5. അങ്ങനെ എംഎൽ കെവിനെ ട്രിബിൾ ചെയ്ത് ഓടുകയാണ്. ഭയങ്കര സ്പീഡിലാണ് ഓടുന്നതെന്ന് ഞാൻ പറയത്തില്ല. അങ്ങനെ ടോമിനാണ് മുമ്പിൽ നിൽക്കുന്നത്. അവനെ ട്രിബിൾ ചെയ്ത് മാറ്റി ഷോട്ട് വരുന്നു. ക്രോസ് ബാർ. അങ്ങനെ കളി കഴിഞ്ഞു. ബൈ. സോ ഗൈസ്, ടീം മെസ്സി ജയിച്ചിരിക്കുന്നു. ടീം നെയ്മർ എന്തെങ്കിലും പറയാനുണ്ടോ?